എന്തുകൊണ്ട് ചേട്ടാ ഞങ്ങൾക്ക് അരി വേണം. അതായത് കുഴപ്പമില്ലാത്ത, അധികം വേവ് പാടാത്ത, അധികം കംപ്ലൈന്റ് ഇല്ലാത്ത അരി. ഇത് ഒരു 43 രൂപയുടെ അരിയാണ്. ഇത് പെട്ടെന്ന് വേവണ അരിയാ. ഇത് വേവുള്ള അരിയാണ്. ഇതാകുമ്പോ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം പിറ്റേ ദിവസം രണ്ടാമതും മൂന്നാമതും ഉപയോഗിക്കാൻ പറ്റും. വെള്ളരിയാണ് അതാ മട്ടരി വേണ്ടത്? നമുക്ക് മട്ട മതിയാ. അപ്പൊ ഇത് മട്ട, ഇത് വടിമട്ട, ഇത് വയനാടൻ മട്ട, ഇത് ഉണ്ടമട്ട. ഇത് സൂര്യേഖ എന്ന് പറയും, നല്ല അരിയാണ്. പിന്നെ ഇത് വടിമട്ട, ഇത് ഉണ്ടമട്ട. പിന്നെ ഇത് നമ്മള് കട്ടാങ്കി, നമ്മള് സാധാരണ വെള്ളരി, ഈ ജയ, പിന്നെ ഇത് ബാസ്മതി അരികള്. ഇത് ബിരിയാണി ബാസ്മതി ഫ്രൈഡ് റൈസിനുള്ള അരികളാണ്. മനസ്സിലായില്ലേ? ഇത് നമുക്ക് ഈ ബിരിയാണിയുടെ അരി ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 65 രൂപ 60 രൂപ മുതല് ഒരു 150 170 രൂപ വരെയൊക്കെ ഉണ്ട്. നമുക്ക് ഏത് വിലക്കുള്ള അരി നമുക്ക് തരാം. പിന്നെ മറ്റേ അരി ആണെങ്കിൽ നമുക്കൊരു 40 രൂപ 42 രൂപ 43 44 അതിലൊരു 55 58 60 വരെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് വേവണ സൈസ് അരിയാണ് വേണ്ടത് അതോ പെട്ടെന്ന് വേവണം പക്ഷെ വേവ് അധികം? അതല്ല, കുഴപ്പമുണ്ടാവില്ല. പെട്ടെന്ന് വേവണ ഒരു 43ന്റെ റേഞ്ചൊക്കെ എടുത്താൽ മതി. പിന്നെ നമുക്കൊരു 46ന്റെ ഒരു ഐറ്റം ഉണ്ട്, നല്ല അരി. ഇതാകുമ്പോ വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് വേവും ചെയ്യും, കംപ്ലൈന്റ് ഇട്ട് വരൂല. ഇന്ന് മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ നമുക്ക് ഇതിപ്പോ ഒരു 46ന്റെ എടുക്കണോ, ഒരു 44ന്റെ 43 ഏതായിട്ട് എടുക്കണ്ടേ? നമുക്ക് 43. നമുക്ക് എത്ര എടുക്കണ്ടേ? ഒരു 2 കിലോ. 2 കിലോ. നമുക്ക് സാമ്പിൾ നോക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് ബാക്കി എടുക്കാം. ബിരിയാണി അരി ഏതാ വേണ്ടവരാ? ബാസ്മതി റൈസ്. ബാസ്മതിയിലേ ഇതിപ്പോ നമുക്കൊരു 100 രൂപ, ഇതിപ്പോ 80 രൂപ, ഇതിപ്പോ ഒരു 110, ഇത് 70, ഇത് 130, ഇതൊരു 126, ഇത് നമ്മള് കുഴിമന്തിക്കുള്ള അരി 120. ഇനി നമുക്കത് ജീരകശാല ടൈപ്പ് ഇല്ലേ, നമുക്ക് ജീരകശാല ടൈപ്പ്, ആ ടൈപ്പ് കാണണം, ആ ടൈപ്പ് നോക്കണം. ഇത് നമുക്ക് ജീരകശാല ഏറ്റവും ടോപ്പ് അരി 116. ഇത് നമുക്കൊരു നമ്മുടെ ജെ റോസ് 110. ഇത് വയനാടൻ കൈമ 100. ഇത് നമ്മുടെ ജെ ബ്രാൻഡ് എന്ന് പറയും. ഇത് 68 രൂപ. അതാകുമ്പോ നമുക്ക് എന്റെ സാമ്പിള് എടുത്തരാം. അത് ഒട്ടിപ്പിടിക്കില്ലേ, കുഴയില് വെന്തൊടിയില് ഏത് വെക്കാറതാണ് അറിയാം. കാരണം നമ്മൾ ഈ ബിരിയാണി വെക്കാൻ അറിയാത്ത ആളില്ലേ, ആദ്യമായിട്ട് വെക്കുന്ന ആൾക്ക് നമുക്കൊരു വെക്കാൻ അറിയാത്ത, അപ്പൊ നീ വെക്കുകയാണെങ്കിലും അത് വെച്ചാൽ കംപ്ലൈന്റും ഇല്ല. അതാണ് അതിന്റെ പ്രത്യേകത. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ 68ന്റെ അരി പ്രത്യേകത. മനസ്സിലായില്ലേ? അപ്പൊ ഇതില് നമുക്ക് ഇത് ചെറിയ അരിയുണ്ട്, വലിയ അരിയുണ്ട്. അതിലും നമുക്ക് ഏതരിയാണ്? നമുക്ക് വലിയ അരി മതി അല്ലേ? അതിൽ ഏതാ വേണ്ട? നോക്കി നമുക്ക് ഇതിലിപ്പോ പറഞ്ഞില്ലേ നമ്മള് 126 130 70 മറ്റേ 110. ഇതിലിപ്പോ ഏതാ നമുക്ക് വേണ്ടത്? 80 മതി. ഇതിപ്പോ എത്ര വേണ്ടേ? 2 കിലോ. അതിന്റെ സാധനങ്ങൾ വേണം. ഡാൽഡ, അർക്കേജി, അണ്ടി, മുന്തിരി, എസൻസ്, കളർ, മസാല, അതിന്റെ സാധനങ്ങൾ വേണം. അതൊക്കെ നമുക്ക് കുറച്ച് എടുത്താൽ പോരെ? ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. നിങ്ങൾ സാധനങ്ങൾ ഇട്ടിട്ട് എടുത്തുതരാം. ഓക്കെ ഏട്ടാ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടോ. എല്ലാ സാധനങ്ങളും എടുത്തുതരാം, ഒന്ന് എഴുതി ശരിയാക്കി തരാം. ഓക്കെ ഏട്ടാ. ശരി.
ആർക്കും